സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നഷ്ടമായ ഫയൽ വീണ്ടെടുത്ത് മന്ത്രി രാധാകൃഷ്ണ മിനിസ്റ്ററിൻ്റെ മുമ്പിൽ ദേവിക അതെത്തിച്ച് അച്ഛനെയും തന്നെ അപമാനിച്ചതിൻ്റെ പേരിൽ കുറച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. തിരികെ വീട്ടിലെത്തിയ ദേവിക അമ്മയോടും അതുപോലെ അച്ഛനോടും ശാരികയോടൊക്കെ നടന്ന കാര്യങ്ങൾ പറയുന്നു. അതായത് നന്ദു തന്നെയാണ് ഫയൽ മോഷ്ടിച്ചത്. അതിനെപ്പറ്റി പ്രഭാവതി ആൻറ്റിക്കും അറിവുണ്ടായിരുന്നെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം നന്ദു അമ്മയോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഫയൽ നന്ദു ആണ് എടുത്തതെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. മറിച്ച് ഇസബെല്ലയും നന്ദനെയും ഒരു റൂമിൽ വെച്ച് കണ്ടതും അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊന്നും തൽക്കാലം അമ്മയോടും അച്ഛനോടും ആരുടെയും പറയുന്നില്ല ദേവിക. ഫയൽ നന്ദൻ മോഷ്ടിച്ചതിൻ്റെ പേരിൽ രണ്ടുപേരും കൂടി ഉടക്കി കുറച്ച് ദിവസം പിണങ്ങി വന്ന് വീട്ടിൽ നിൽക്കുക എന്നാണ് രാധികയും മാധവനും കരുതിയിരിക്കുന്നത്. കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കുക അമ്മ എന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ, ഇത് മോളുടെയും കൂടി വീടല്ലേ, എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാമല്ലോ. എന്നാലും എൻ്റെ കുഞ്ഞിന് ഈ ഒരു അവസ്ഥ വന്നല്ലോ, നന്ദനൊരു അബദ്ധം പറ്റിയതായിരിക്കും, മോളങ്ങ് ക്ഷമിക്കാൻ നോക്ക് എന്ന് പറയുമ്പം ദേവിക പറയുന്നു, അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ലമ്മ ഞാൻ. നന്ദു എന്നോട് ചെയ്തത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുമല്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രാധികയും മാധവനും പരസ്പരം നോക്കി വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ചേച്ചി ഒരു MLA, ഇത്രയും പ്രായമായ സ്ത്രീയാണ്. ചേച്ചിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അറിയാം. ചേച്ചി നല്ലൊരു തീരുമാനം എടുത്തു, അങ്ങനെ വിചാരിച്ചാൽ മതി. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നീ ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് ആരെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. മോളുടെ ജീവിതം ഇങ്ങനായി, നിൻ്റെ ജീവിതം ഇങ്ങനെ ആകുന്നു. എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ആകെ സങ്കടത്തിലാ മോളെ എന്ന് പറഞ്ഞ് രാധിക വീണ്ടും പൊട്ടിക്കരയുന്നു. അതേസമയം ദേവികയാണെങ്കിൽ പോയതിൻ്റെ സങ്കടത്തിൽ നന്ദൻ ആകെ തകർന്നിരിക്കുവാണ്. അച്ഛനാണെങ്കിൽ ദേവികയും നന്ദനും തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നതേ ഇല്ല. അതേസമയം ഹോട്ടലിൽ നടന്ന കാര്യങ്ങളും ഇസബെല്ല തൻ്റെ അനുവാദം പോലും മേടിക്കാതെയാണ് റൂമിൽ കയറി തന്നോടൊപ്പം ബെഡിൽ കിടന്നത്. മാത്രമല്ല ദേവികയും ഗിരീഷേട്ടനും വന്ന അതേ സമയം തന്നെ വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി വന്ന ഇസബെല്ലെ കണ്ട് ദേവികയും ഗിരീഷേട്ടനും ഒരുപോലെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഗിരീഷേട്ടന് തൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചെന്നുള്ള കാര്യം നന്ദന് വ്യക്തമായിട്ടറിയാം. അതെല്ലാം ആലോചിച്ച് ആകെ തല പുകയുമാണ് നന്ദന്. ഇനി എന്ത് വേണം എന്നറിയാൻ മേലാതെ പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്ന് എന്താ ശരിക്കും സംഭവിച്ചേ എന്നുള്ള കാര്യം ഒന്നിന് പിറകെ ഒന്നായിട്ട് എണ്ണി പറയുന്നു. അമ്മയും അച്ഛനും ഗിരീഷേട്ടനും ഒക്കെ കരുതുന്നത് പോലെ ഞാനും ബെല്ലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ, ഋഷിയുടെ കൊലപാതക കേസ് മറച്ചു വെക്കാൻ അവൾ എന്നെ ഒരുപാട് സഹായിച്ചു. അവളുടെ പാപ്പനായിട്ടുള്ള DYSPയും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ പേര് ഞാനൊരല്പം അടുപ്പം കാണിക്കുന്നു എന്നല്ലാതെ എനിക്ക് അവളോട് ആ ഒരു ഇഷ്ടമൊന്നുമില്ല. ദേവികയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ. പിന്നെ എല്ലാവരും എന്താ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നേ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ നന്ദ. നിൻ്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഫയൽ തിരികെ കൊടുക്കാൻ ഞാൻ എത്ര തവണ പറഞ്ഞു, എന്നിട്ട് നീ കേട്ടില്ലല്ലോ. ആ ഫയൽ അന്ന് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? അപ്പം നിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ദേവികയുടെ സ്ഥാനത്ത് മറ്റേത് പെൺകുട്ടിയാണെങ്കിലും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് അവളും ചിന്തിച്ചത്. അവൾ അഭിമാനമുള്ള പെൺകുട്ടിയാണ്. KK നായരുടെ പ്ലാന്റിൻ്റെ പേര് നമ്മൾ രണ്ടുപേരും കൂടി പറഞ്ഞതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി അത് ഒപ്പിട്ട് കൊടുത്തത്. അതിൻ്റെ പേരിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നീ ആ ഫയൽ മോഷ്ടിച്ചു. അത് തിരികെ കൊടുക്കാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. അന്നേരം നീ മറ്റൊരു പെൺകുട്ടിയൊത്ത് ഒറ്റയ്ക്ക് ഹോട്ടലിൽ താമസിക്കാൻ പോയി. അത് നേരിട്ട് കാണുന്ന ദേവികയെന്നല്ല ഞാനാണെങ്കിൽ പോലും തെറ്റിദ്ധരിക്കും. ഇനി ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നടന്ന എല്ലാ കാര്യങ്ങളും ദേവികയോട് സത്യസന്ധമായിട്ട് തുറന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവളുടെ മനസ്സ് മാറുമായിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദേവികയുടെ മനസ്സ് മാറില്ലമ്മ. ഞാൻ മറ്റൊരാളെ കൊന്നു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിയമത്തിൻ്റെ സഹായം തേടാൻ മാത്രമേ അവൾ പറയൂ. ഞാനൊന്നീ ജയിലിൽ പോകേണ്ടി വരും. ഇതിനേക്കായൊക്കെ ഭേദം അത് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നെന്താ. ഇനി ഋഷിയുടെ കാര്യങ്ങൾ തന്നെ ഞാൻ ദേവികയോട് പറഞ്ഞെന്നിരിക്കട്ടെ. ഒരു കൊലപാതകിയായ എന്നോടൊപ്പം താമസിക്കാൻ പറ്റില്ലെന്ന് വീണ്ടും അവൾ തീരുമാനം എടുത്താലോ? അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് നന്ദനും അതുപോലെ പ്രഭാവതിയും. അതേസമയം രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് ദേവികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. എന്താ മോളെ നീ ആലോചിക്കുന്നത്? എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തെങ്കിലും കഴിക്കുക എന്ന് മാധവൻ പറയുന്ന സമയത്ത് ദേവിക പറയുന്നു, ഞാൻ ആലോചിക്കുക അച്ഛാ, ഈ MLA സ്ഥാനം അങ്ങ് രാജിവെച്ചാലോ? ഞാനും നന്ദുവും പിണങ്ങി നിൽക്കുകയാണെന്നുള്ള കാര്യം അധികം താമസിക്കാതെ എല്ലാവരും അറിയും. അതൊരു വലിയ ചർച്ചയാവും. ആ സമയത്ത് ഉത്തരവാദിത്തങ്ങളും സോഷ്യൽ മീഡിയയിലെ അപവാദങ്ങളും ഒക്കെ കേട്ട് എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ചേച്ചി എന്തായി പറയുന്നത്? ചേച്ചിയും കൊണ്ട് പറ്റും. ഇപ്പോൾ ഇത്രയും വലിയ തീരുമാനം എടുത്ത് ചേച്ചിക്കാണോ ഈ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാത്തത്? ചേച്ചി ഇപ്പം പഴയ ചേച്ചിയല്ല. ഇതുപോലെ ബോൾഡായിട്ട് നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ
അതേ മോളെ, ശാരിക പറഞ്ഞതിലും കാര്യമുണ്ട്. മോൾ MLA സ്ഥാനം ഒന്നും രാജിവെക്കണ്ട. മോളെ വിശ്വസിച്ച് വോട്ട് തന്ന ജനങ്ങളോടും സിദ്ധാർത്ഥൻ സാറിനോടൊക്കെ ചെയ്യുന്ന ഒരു ദ്രോഹമാകില്ലേ? അവർക്ക് സങ്കടമാകില്ലേ? അതൊക്കെ കേട്ടിട്ട് ദേവിയേക്കും തോന്നുന്നു, ശരിയാ, MLA സ്ഥാനം ഇതുപോലെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. തന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്ന് ഉറച്ച് തീരുമാനം എടുക്കുന്നുണ്ട്. അതേസമയം രാത്രി ശാരികയാണെങ്കിൽ ദേവികയുടെ റൂമിലേക്ക് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ലായിരുന്നോ? ഇസബെല്ലയും നന്ദേട്ടനും ഒരുമിച്ചല്ലായിരുന്നോ ആ ഹോട്ടലിലുണ്ടായിരുന്നത്? അപ്പം ദേവികയാണെങ്കിൽ ശാരികയോടൊന്നും മറച്ചു വെക്കുന്നില്ല. അവൾ കാരണമല്ലേ അവർ രണ്ടുപേരും ഒരുമിച്ചാണെന്നുള്ള കാര്യം പോലും ദേവിക അറിഞ്ഞത്. ഹോട്ടലിൽ ചെന്നപ്പോൾ താൻ കണ്ട കാഴ്ച, അതുപോലെ ഗിരീഷേട്ടൻ നന്ദനെ തല്ലിയതും എല്ലാം തുറന്നു പറയുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ട് രാധിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം മോൾ എന്താ ഈ പറയുന്നത്? നന്ദനും ബെല്ലയും ഒരുമിച്ചൊരു റൂമിലായിരുന്നെന്നോ? മോള് പറയുന്ന സത്യമാണോ? നന്ദൻ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഈ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന സമയത്ത് ദേവിക പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം സത്യമ്മ. നന്ദനും ബെല്ലയും ഒരുമിച്ചൊരു റൂമിലായിരുന്നു. നന്ദുവിനിപ്പോൾ എന്നേക്കായും ഇഷ്ടം ബെല്ലയോടാ. അത് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ചന്ദ്രോത്ത് വീട്ടിൻ്റെ പടി ഇറങ്ങാൻ തീരുമാനിച്ചതും. ഇനി ഞാനും നന്ദു ഒരുമിച്ച് ഒത്തുപോകില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ശാരികയും രാധികയും മാധവനും ഒക്കെ.